വീടിന് മുകളിലും പറമ്പിലുമൊക്കെ ഒത്തിരി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ബെസ്റ്റ് കൃഷിയാണ്. വളരെ അധ്വാനക്കുറവ് കൊണ്ട് ധാരാളം ഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. വിറ്റാമിൻ സിയും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തിയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഏറ്റവും നല്ല സംഭവമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനും ഇവൻ മിടുക്കനാണ്. കലോറി കുറവാണ്, എന്നാൽ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഒരു 3-4 തരത്തിലൊക്കെ കിട്ടും. എൻ്റെ അടുത്ത് ഒരു 3 തരത്തിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റെഡ് കളർ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതിന് മധുരമില്ല എന്നൊരു ചീത്തപ്പേര് നമ്മുടെ നാട്ടിൽ വന്നു കൂടിയിട്ടുണ്ട്. അതിന് കാരണം ഈ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കുറവാണ് കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ട് അത് ശരിക്കും പഴുത്ത രീതിയിലല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് മധുരം കുറവ്. നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ ഉണ്ടാക്കില്ലേ, ആപ്പിളും മുന്തിരിയും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾ അത് കഴിക്കാൻ താല്പര്യം കാണിക്കില്ല. കാരണം അതെല്ലാം കൂടി ഇട്ട് ജ്യൂസായി വരുമ്പോൾ അതിന് നിറത്തിൽ തന്നെ ഒരു ആകർഷണത വരാറില്ല. ഒരു വൈറ്റ് കളറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ വൈറ്റ് കളറുള്ള ഇതുപോലെ ഇരിക്കുന്ന ഈ കളറുള്ള സംഭവമൊന്നും കുട്ടികൾക്ക് പിടിക്കില്ല. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 8-1 ഭാഗമാണ് ഞാനകത്ത് ഇടാൻ പോകുന്നത്. ഇനി ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ വ്യത്യാസം കണ്ടോ? ഇത് അപ്പോൾ പോഷകമുള്ള ഒരു നല്ല ഡ്രിങ്കായി മാറി നല്ല കളർഫുള്ളായി കുട്ടികൾ കുടിക്കാതിരിക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലത്തെ ഒരു ഡ്രിങ്കൊക്കെ കൊടുക്കാനും ഗസ്റ്റുകൾക്ക് കൊടുക്കാനും ബെസ്റ്റ് സാധനമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത്. അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിലോ തൊടിയിലോ ഇതൊരെണ്ണം നട്ടുപിടിപ്പിച്ച് പരീക്ഷിച്ച് നോക്കാനും മറക്കണ്ട.